السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आजकल बदरी सहाबा का मैं जिक्र कर रहा हूँ. ഇപ്പോൾ ബദരി സഹാബാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലും നിവേദനങ്ങളിലും ചില സഹാബാക്കളുടെ ജീവചരിത്രവും സംഭവങ്ങളും വളരെ വിശദമായ നിലയിൽ ലഭിക്കുന്നു. എന്നാൽ ഒരുപാട് പേരുണ്ട്, അവരുടെ സംഭവങ്ങൾ വളരെ ചുരുങ്ങിയ നിലയിലാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് അവരുടെ സ്ഥാനം ആ സ്ഥാനത്ത് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതാനും വരി മാത്രമാണ് പരാമർശങ്ങൾ ഉള്ളത് എങ്കിലും അത് വിവരിക്കപ്പെടേണ്ടതാണ്. ഇന്ന് വിവരിക്കാനായി എടുത്തിട്ടുള്ള സഹാബാക്കളിൽ അതിൽ ഒരുപാട് പേർ വളരെ ചുരുങ്ങിയ നിലയിൽ പരാമർശം ഉള്ളവരാണ്. അതിൽ ഏറ്റവും ആദ്യം ഹസ്രത്ത് സുബൈബ് ബിൻ ഖൈസ് നഹ്ഷ ആണ്. അങ്ങയുടെ പിതാമഹന്റെ പേര് ചിലർ അബസ എന്നും ചിലർ ഐഷ എന്നും എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങ് അൻസാരിയും ഖദ്രജിയും ആയിരുന്നു. ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അങ്ങയുടെ മാതാവിന്റെ പേര് ഖദീജ ബിൻറ്റ് അംർ ബിൻ സൈദ് എന്നായിരുന്നു. അങ്ങേക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. അവന്റെ മാതാവ് ബനു ജിദാറ ഗോത്രക്കാരിയായിരുന്നു. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതുകൂടാതെ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നില്ല. ഹദ്റത്ത് ഉബാദ ബിൻ സൈദ് അങ്ങയുടെ സഹോദരൻ ആയിരുന്നു. ഹദ്റത്ത് സുബൈബിന്റെ നേരെ ഒരു സഹോദരനായിരുന്നു ഹദ്റത്ത് സയ്യിദ് ബിൻ ഖൈസ്. രണ്ടാമത്തെ സഹാബി ഹസ്രത്ത് ഉനൈസ് ബിൻ ഖത്താദ ആണ്. ഇദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ അവസരത്തിൽ വഫാത്തായി. ചില ആളുകളുടെ വിവരണമാണ് അങ്ങയുടെ പേര് അനസ് എന്നായിരുന്നു. ഏതായിരുന്നാലും അങ്ങയുടെ യഥാർത്ഥ പേര് ഉനൈസ് എന്നായിരുന്നു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖും മുഹമ്മദ് ബിൻ ഉമറും ഉനൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബദറിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിനും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു റിവായത്തുണ്ട്, ഹൻസ ബിൻ ഖത്ലാൻ ഹദ്റത്ത് ഉസൈൻ ബിൻ ഖത്താദയുമായി വിവാഹിതയായിരുന്നു. അദ്ദേഹം ഷഹീദാകുന്ന സമയത്ത്
മറ്റൊരു സഹാബി ആയിരുന്നു ഹസ്രത്ത് മുലൈൽ ബിൻ വബ്ര. ഇദ്ദേഹത്തിന്റെ പേരിനെ കുറിച്ചും വിവിധ റിവായത്തുകൾ ഉണ്ട്. ഇബ്ൻ ഇസാഖും അബൂ നഈമും മുലൈൽ ബിൻ വബ്ര ബിൻ അബ്ദുൽ കരീം ബിൻ ഖാലിദ് ബിൻ അജ്ല എന്നാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഉമർ ബിനു കുൽസും മുലൈൽ ബിനു വബ്ര ബിൻ ഖാലിദ് ബിൻ അജ്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുൽ കരീം എന്നുള്ളത് ഇടക്ക് വിട്ടുപോയി. അങ്ങയുടെ ബന്ധവും ഖദ്റജ് ഗോത്രത്തിന്റെ ശാഖ ബനു അജ്ലാനുമായിട്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തു. അങ്ങയുടെ മക്കളിൽ സെയ്ദും ഹബീബയും ഉണ്ടായിരുന്നു. അവരുടെ മാതാവ് ഉമ്മ സെയ്ദ് ബിൻത് നസല ബിൻ മാലിക് ആയിരുന്നു. ഹദ്റത്ത് മുലൈലിന്റെ തലമുറ പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങേ ഹദ്റത്ത് ഖാലിദ് ബിനു അജ്ലാൻ എന്നും പറയുമായിരുന്നു. ഒരു റിവായത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങ് ബദർ യുദ്ധം മുതൽ എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് നൗഫൽ ബിൻ അബ്ദുല്ല ബിൻ അജ്ല. ഇദ്ദേഹത്തിന്റെ വഫാത്തും ഉഹദ് യുദ്ധത്തിലാണ് ഉണ്ടായത്. ചിലർ അങ്ങയുടെ പേര് നൗഫൽ ബിൻ സലബ ബിൻ നജ്ല ബിൻ മാലിക് എന്ന് പറയുന്നുണ്ട്. ബദർ ഉഹദ് യുദ്ധത്തിലും അവിടുന്ന് പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ അവിടുന്ന് ഷഹീദായി. അങ്ങയുടെ തലമുറയും മുന്നോട്ട് തുടർന്നു വന്നിട്ടില്ല. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് വദിയ ബിൻ അംർ. ഇദ്ദേഹത്തെ കുറിച്ച് ഇബ്നു കൽബി വദിയ ബിൻ അംർ ബിൻ യസാർ ബിൻ ഔഫ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് വിവരിച്ചിരിക്കുന്നത്. അബു മഹാഷിർ ഇദ്ദേഹത്തിന്റെ പേര് റഫ ബിൻ അംർ ബിൻ ജിറാദ് എന്നാണ് വിവരിച്ചിരിക്കുന്നത്. അങ്ങയുടെ ബന്ധവും ബനു ജുഹൈനയുമായിട്ടായിരുന്നു. അവർ ബനു നജ്ജാറിന്റെ സഖ്യകക്ഷിയായിരുന്നു. അദ്ദേഹം ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തു. ഹസ്രത്ത് റബിയ ബിൻ അംർ അങ്ങയുടെ സഹോദരനായിരുന്നു. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് യസീദ് ബിൻ മുൻസർ ബിൻ സറ ബിൻ ഖുനാസ്. അദ്ദേഹം ബനു ഖദ്റജ് ഗോത്രക്കാരനായിരുന്നു. ബൈത്തെ ഉഖ്ബയിൽ പങ്കെടുത്തിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് യസീദ് ബിൻ മുൻസറും അംർ ബിൻ റബീഅയും തമ്മിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം ബദർ യുദ്ധം, ഉഹദ് യുദ്ധം എന്നിവയിൽ പങ്കെടുത്തു. അങ്ങയുടെ വഫാത്ത് നടന്നപ്പോൾ മക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ സഹോദരൻ മാഖിബ് ബിൻ മുൻസിർ അദ്ദേഹം ബൈഅത്തെ ഉഖ്ബയിലും ബദർ ഉഹദ് യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് ഖാരിജ ബിൻ ഉമയ്യ ബിൻ അഷ്രി. അങ്ങയുടെ പേരിനെ കുറിച്ചും ചരിത്രത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഇസാഖ് അങ്ങയുടെ പേര് ഖാരിജ ബിൻ ഉമയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂസ ബിൻ അക്ബ അങ്ങയുടെ പേര് ഹാരിസ ബിൻ ഉമയ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഖിദി അങ്ങയുടെ പേര് ഹംസ ബിൻ ഉമയ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ പിതാവിന്റെ പേരിനെ കുറിച്ചും ഭിന്നതയുണ്ട്. ചിലർ ഉമയ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പിതാവിനെ ജുമൈറ എന്നും ജുമൈർ എന്നും എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ കാര്യത്തിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. അങ്ങയുടെ ബന്ധം അഹ്ജ ഗോത്രക്കാരനായിരുന്നു. അവർ ബനു ഖദ്റജിന്റെ സഖ്യകക്ഷിയായിരുന്നു. അങ്ങയുടെ സഹോദരന്റെ പേര് അബ്ദുല്ല ബിൻ ഉമയ്യർ എന്നാണ്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിരുന്നു. മറ്റൊരാൾ ഹദ്റത്ത് സുറാക്ക ബിൻ അംർ ആണ്. ഇദ്ദേഹം അൻസാരിയായിരുന്നു. സുറാക്ക ബിൻ അംർ ബിൻ അത്തിയ ബിൻ ഹൻസ അൻസാരി. ഇദ്ദേഹത്തിന്റെ വഫാത്ത് 8 ഹിജ്രി ജമാദിൽ അവലിൽ മുഅത്ത യുദ്ധത്തിൽ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സുറാക്ക ബിൻ അംർ ബിൻ അത്തിയ ബിൻ
മുർസ അൻസാരി എന്നായിരുന്നു. മാതാവിന്റെ പേര് ഉത്തൈല ബിൻത് കൈസ് എന്നായിരുന്നു. ഹദ്റത്ത് സുറാഖയുടെ ബന്ധം അൻസാരികളുടെ ബഹുവന്യ ഗോത്രം ബനു നജ്ജാറുമായിട്ടായിരുന്നു. അങ്ങയുടെ ഇസ്ലാം സ്വീകാര്യതയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലരുടെ അഭിപ്രായ പ്രകാരം അങ്ങ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റത്തിന് കുറച്ചു മുമ്പാണ് എന്നും ചിലരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് കുറച്ച് കാലത്തിന് ശേഷം അങ്ങ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്ജ മൗല ഉമർ സുറാഖ ബിൻ ഉമറിനും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം ബദർ ഉഹദ് യുദ്ധങ്ങളിലും ഖന്തക് യുദ്ധത്തിലും ഖൈബർ യുദ്ധത്തിലും പങ്കെടുത്തു. അതുപോലെ തന്നെ അങ്ങേക്ക് ഹുദൈബിയ സന്ധി ഉംറത്തുൽ ഖദായുടെ അവസരത്തിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിച്ചു. ഹദ്റത്ത് സുറാഖ ബിൻ അംർ ആ സൗഭാഗ്യവാന്മാരായ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. ആർക്കാണോ ബൈഅത്തെ റിദ്വാനിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്. അങ്ങയുടെ തലമുറകൾ മുന്നോട്ട് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് നേരത്തെ പറഞ്ഞതുപോലെ മുഅത്ത യുദ്ധത്തിന്റെ അവസരത്തിൽ 8 ഹിജ്റിയിലാണ് നടന്നത്. മറ്റൊരു സഹാബിയാണ് ഹദ്റത്ത് അബ്ബാദ് ബിൻ ഖൈസ്. അങ്ങയുടെയും വഫാത്ത് ഹിജ്രി 8 മുഅത്ത യുദ്ധത്തിലാണ് നടന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലും അഭിപ്രായ ഭിന്നതയുണ്ട്. അങ്ങയുടെ പേര് ഉബാദ ബിൻ ഖൈസ് ബിൻ ഐഷ എന്നും അതുപോലെ തന്നെ അങ്ങയുടെ പിതാമഹന്റെ പേര് അബസ എന്നും വിവരിക്കുന്നുണ്ട്. ഹദ്റത്ത് അബ്ബാദ് ഹദ്റത്ത് അബൂ ദർദായുടെ പിതൃവ്യനായിരുന്നു. ഹദ്റത്ത് അബ്ബാദ് ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം, ഖൈബർ യുദ്ധം എന്നിവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഹുദൈബ സന്ധ്യയിലും അവിടുന്ന് പങ്കാളിയായിരുന്നു. മുഅത്ത യുദ്ധത്തിൽ അങ്ങ് ഷഹീദായി. മറ്റൊരാളാണ് ഹസ്രത്ത് അബൂ സയ്യാഹ് ബിൻ സാബിത്ത് ബിൻ നുഅ്മാൻ. ഇദ്ദേഹത്തിന്റെ വഫാത്ത് 7 ഹിജ്രിയിൽ ആയിരുന്നു. ഒരു റിവായത്തിൽ അങ്ങയുടെ പേര് ഉമൈർ ബിൻ സാബിത്ത് ബിൻ നുഅ്മാൻ ബിൻ ഉമയ്യ ബിൻ ഉമറുൽ ഖൈസ് എന്നാണ്. മറ്റൊരു റിവായത്തിൽ നുഅ്മാൻ ബിൻ സാബിത്ത് ബിൻ ഉമറുൽ ഖൈസ് എന്നാണ്. അദ്ദേഹം തന്റെ സ്ഥാനപ്പേരിലാണ് പ്രസിദ്ധൻ. അത് അബൂദിയാഹ് എന്നാണ്. ബദർ, ഉഹദ് യുദ്ധത്തിൽ, ഖന്തക്, ഹുദൈബിയയിൽ പങ്കെടുത്തു. ഖൈബർ യുദ്ധത്തിൽ ഹിജ്രി 7 ഷഹീദായി. വിവരിക്കപ്പെടുന്നു, ഒരു യഹൂദി അങ്ങയുടെ തലക്കുമേൽ ആക്രമിച്ചു. അങ്ങയുടെ തലക്ക് മുറിവ് പറ്റി. അത് കാരണം അവിടുന്ന് ഷഹീദായി. മറ്റൊരാൾ ഹസ്രത്ത് ഹൻസ ആണ്. ഇദ്ദേഹത്തിന്റെ മരണവും ബദർ യുദ്ധത്തിലാണ് നടന്നത്. എന്നാൽ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറച്ചുപേർ പറയുന്നത് ഇദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടം വരെ ജീവിച്ചു എന്നാണ്. ഏതായിരുന്നാലും അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതന്ത്രനാക്കിയ അടിമയായിരുന്നു. അങ്ങയുടെ പേര് അൻസ എന്നായിരുന്നു. അബു ആനിസ എന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ അഭിപ്രായ പ്രകാരം അങ്ങയുടെ സ്ഥാനപ്പേര് അബു മസ്റൂഫ് എന്നായിരുന്നു. ഹദ്റത്ത് അനസ ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റത്തിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ വന്നു. ഹദ്റത്ത് സഅദ് ബിൻ ഖൈസ്മയുടെ അതിഥിയായി ജീവിച്ചിരുന്നതുവരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോലിയായിരുന്നു. അദ്ദേഹം ഈ വിധത്തിൽ അനുസരണമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വരുന്നു, അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം വാങ്ങിയതിനു ശേഷമാണ് ഇരുന്നിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹദ്റത്ത് അബൂ കബ്ഷ സുലൈം ആണ് അടുത്തത്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ആണ് അബൂ കബ്ഷ. അങ്ങയുടെ വഫാത്തും ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ചിലരുടെ അഭിപ്രായ പ്രകാരം അങ്ങയുടെ പേര് സലമ എന്നായിരുന്നു. അങ്ങ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ ഫാർസി അടിമയായിരുന്നു. അങ്ങ് ബദരി സഹാബിയായിരുന്നു. അങ്ങയുടെ ജനനം
ഔസ് ദേശത്താണ് നടന്നത്. അങ്ങയുടെ സ്വദേശത്തെക്കുറിച്ചും വംശത്തെക്കുറിച്ചും വിവിധ റിവായത്തുകളുണ്ട്. ചിലർ ഫാർസി ആണെന്നും ചിലർ ദൌസി ആണെന്നും ചിലർ മക്കി ആണെന്നും പറയുന്നു. ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ ആരംഭകാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റത്തിന് അനുവാദം ലഭിച്ചപ്പോൾ മദീനയിലേക്ക് പോയി. ബദർ അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഹസ്രത്ത് അബൂ കബ്ഷ മദീനയുടെ ഭാഗത്തേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ അദ്ദേഹം ഹസ്രത്ത് കുൽസൂം ബിൻ ഹദാമിന്റെ അവിടെയാണ് താമസിച്ചത്. ഒരു റിവായത്ത് അനുസരിച്ച് അദ്ദേഹം സഅദ് ബിൻ ഖൈസുമയുടെ അവിടെ താമസിച്ചു. ഹസ്രത്ത് ഉമർ ഖലീഫ ആയ ആദ്യ ദിവസം ഹസ്രത്ത് അബൂ കബ്ഷ വഫാത്തായി. ഇത് 22 ജമാദിയുസാനി 13 ഹിജ്രിയിലെ കാര്യമാണ്. മറ്റൊരാൾ ഹസ്രത്ത് മർസദ് ബിൻ അബി മർസദ് ആണ്. ഇദ്ദേഹത്തിന്റെ മരണം സഫർ മാസം 3 ഹിജ്രിയിലാണ് ഉണ്ടായത്. റജഈ എന്ന സ്ഥലത്ത് വെച്ച്. അങ്ങ് ബദരി സഹാബിയായിരുന്നു. അവിടുന്ന് ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ സഖ്യകക്ഷിയായിരുന്നു. അവിടുന്ന് തന്റെ പിതാവിനോടൊപ്പം ബദറിൽ പങ്കെടുത്തു. ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. ബദറിനു മുമ്പ് ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സഹോദര്യ ബന്ധം ഹസ്രത്ത് ഔസ് ബിൻ സാമിത്തുമായി നടത്തി. ബദർ യുദ്ധത്തിൽ ഇദ്ദേഹം ഒരു കുതിരപ്പുറത്താണ് വന്നത്. ആ കുതിരയുടെ പേര് സബൽ എന്നായിരുന്നു. ഇബ്നു ഇസാഖ് എഴുതുന്നു, ഹസ്രത്ത് മർസദ് റളിയല്ലാഹു തആല അൻഹു ആ സൈന്യത്തിന്റെ നേതാവായിരുന്നു. ആരെയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റജഈ പ്രദേശത്തേക്ക് അയച്ചത്. ഈ സംഭവം സഫർ മാസം 3 ഹിജ്രിയിലാണ് നടന്നത്. ചിലരുടെ ചിന്താഗതി സംഘത്തിന്റെ നേതൃത്വം ഹസ്രത്ത് ആസിം ബിൻ സാബിത്തിന്റെ പക്കലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ സംഭവം ഇപ്രകാരമാണ്. ബനു അസലും ഖാറായും ഇസ്ലാം സ്വീകരിക്കണം എന്ന നാട്യം കാണിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതപരമായ അധ്യാപനങ്ങൾ നൽകുന്നതിനു വേണ്ടി ഏതാനും അധ്യാപകരെ അയക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് റിവായത്തുകളിൽ ഭിന്നത ഉണ്ട്. ഹസ്രത്ത് മർസദ് റളിയല്ലാഹു തആല അൻഹുവിനെയോ ഹസ്രത്ത് ആസിം റളിയല്ലാഹു തആല അൻഹുവിനെയോ അമീറായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഘത്തെ അയച്ചു. ഇവർ റജഈ എന്ന സ്ഥലത്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ബനു ഹുദൈൽ ഊരിപ്പിടിച്ച വാളുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളെ വധിക്കുക എന്നല്ല, മറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പകരം മക്കക്കാരിൽ നിന്ന് ധനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കും എന്ന് വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഹസ്രത്ത് മർസദ് റളിയല്ലാഹു തആല അൻഹുവും ഹസ്രത്ത് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് ആസിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതിജ്ഞയിൽ വാഗ്ദാനത്തിൽ വിശ്വാസം ഇല്ല. അങ്ങനെ അവർ 3 പേരും യുദ്ധം ചെയ്തുകൊണ്ട് ജീവൻ നൽകി. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് അബൂ മർസദ് ബിൻ ആസ് ബിൻ അൽ ഹുസൈൻ ബൻവി. ഇദ്ദേഹത്തിന്റെ മരണം ഹിജ്രി 12 നടന്നത്. ചിലരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ഇസിൻ എന്നായിരുന്നു. അദ്ദേഹം ഷാം നിവാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ പ്രാരംഭകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റത്തിന് അനുവാദം ലഭിച്ചതിനു ശേഷം മദീനയിൽ വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹസ്രത്ത് ഇബാദ ബിൻ സാമിത്തുമായി ഈ സഹോദര്യ ബന്ധം ഉണ്ടാക്കി. ഹസ്രത്ത് അബൂ മർസദ് റളിയല്ലാഹു തആല അൻഹും അദ്ദേഹത്തിന്റെ മകൻ മർസദും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ 2 പേരും ഹസ്രത്ത് കുൽസും ബിൻ ഹദമിന്റെ പക്കൽ താമസിച്ചു. ചിലരുടെ അഭിപ്രായ പ്രകാരം ഇവർ 2 പേരും ഹസ്രത്ത് സഅദ് ബിൻ ഖൈസമയുടെ പക്കലാണ് താമസിച്ചത്. ഹസ്രത്ത് അബൂ മർസദ് എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹാജരായി. ഹസ്രത്ത് അബൂ മർസദിന് ചരിത്രത്തിൽ ഈ ഒരു സ്ഥാനം ലഭ്യമായിട്ടുണ്ട്. ഹസ്രത്ത് ഹാത്തിബ് ബിൻ അബി ബൽത മക്ക വിജയത്തിനു മുമ്പ് തന്റെ ഭാര്യ മക്കളുടെ സംരക്ഷണത്തിന്റെ ചിന്തയിൽ മക്കക്കാർക്ക് രഹസ്യമായി ഒരു കത്ത് മുഖേന അറിവ് നൽകാൻ ഉദ്ദേശിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങേക്ക് അള്ളാഹു അറിവ് നൽകി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കുതിരസവാരിക്കാരെ ആ സ്ത്രീയുടെ പക്കലേക്ക് അയച്ചു. ആരാണോ കത്തുമായി പോയിരുന്നത്, ഈ സവാരിക്കാർ ആ കത്ത് കണ്ടുപിടിച്ചു. അതിൽ ഒരു സവാരിക്കാരൻ ഹസ്രത്ത് അബൂ മർസദ് ആയിരുന്നു. ഹസ്രത്ത് അലിയിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും അബൂ മർസദ് ബൻവയെയും
സുബൈറിനെയും അയച്ചു. ഞങ്ങൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുക. ഏതുവരെ എന്നാൽ നിങ്ങൾ റൗളെ ഫാഖ് വരെ എത്തുമ്പോൾ, ഇതൊരു സ്ഥലത്തിന്റെ പേരാണ്, അവിടെ നിങ്ങൾക്ക് മുശ്രിക്കുകളുടെ ഒരു സ്ത്രീയെ കാണാൻ സാധിക്കും. അവളുടെ പക്കൽ ഹാത്തിബിനു ബൽത്തായുടെ കത്ത് മുശ്രിക്കുകളുടെ പേരിൽ ഉണ്ട്. ഇത് ബുഖാരിയിലെ റിവായത്താണ്. അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. മുസ്ലിമും ബഗ്വിയും മറ്റും ഇദ്ദേഹത്തിന്റെ ഹദീസുണ്ട്. പറയുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, ഖബറിൽ ഇരിക്കരുത്, അതിലേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുകയും ചെയ്യരുത്. ഇദ്ദേഹത്തിന്റെ വഫാത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഹിജ്രി 12 64-ാമത്തെ വയസ്സിൽ നടന്നു. മറ്റൊരു സഹാബിയാണ് ഹസ്രത്ത് സലീദ് ബിൻ ഖൈസ് ബിൻ അംർ. അദ്ദേഹത്തിന്റെ മരണം 14 ഹിജ്രിയിൽ നടന്നു. ഹസ്രത്ത് സലീദ് ബിൻ ഖൈസ് ബിൻ അംർ ബിൻ ഉബൈദ് ബിൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഹസ്രത്ത് സലീദ് ബിൻ ഖൈസും ഹസ്രത്ത് അബൂ സൽമയും രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം കുടുംബമായ ബനു അദി ബിൻ നജ്ജാറിന്റെ ബിംബങ്ങളെ തകർത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്ത് മദീനയിലേക്ക് പോയപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തിരുന്ന് മദീന നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ ഗോത്രങ്ങളും ആഗ്രഹിച്ചിരുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ താമസിക്കണം എന്നാണ്. അങ്ങയുടെ ഒട്ടകം ബനു അദിയുടെ വീടിന് സമീപം എത്തിയപ്പോൾ ഇവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരായിരുന്നു. കാരണം സലമ ബിൻത്ത് അംർ അബ്ദുൽ മുത്തലിബിന്റെ മാതാവ് ഈ ഗോത്രത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഹസ്രത്ത് സലീദ് ബിൻ ഖൈസ്, അബൂ സലീദ്, ഉസൈറ ബിൻ അബൂ ഖാരിജ എന്നിവർ തടയാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഒട്ടകത്തെ വെറുതെ വിടുക, ഇപ്പോൾ ഇത് നിയോഗിക്കപ്പെട്ടതാണ്. അതായത് എവിടെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്ന അവിടെ അത് സ്വയം ഇരിക്കുന്നതായിരിക്കും. ഹസ്രത്ത് സലീദ് ബദർ, ഉഹദ്, ഖന്ദക് എന്നല്ല എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ജസർ അബി ഉബൈദ് യുദ്ധത്തിൽ 14 ഹിജ്രിയിൽ ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇദ്ദേഹം ഷഹീദായി. ഹസ്രത്ത് മുജറസ് ബിൻ സിയാദ് ഉഹദ് യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദായി. മുജറസ് എന്നായിരുന്നു അങ്ങയുടെ സ്ഥാനപ്പേര്. അതിന്റെ അർത്ഥം തടിച്ച ശരീരമുള്ള ആൾ എന്നാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുജറസിനും ഹസ്രത്ത് ആഖിൽ ബിൻ ബുഖൈറിനും ഇടക്ക് സഹോദര ബന്ധമുണ്ടാക്കി. മറ്റൊരു സ്ഥലത്ത് പ്രകാരം വന്നിരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുജറസ് ഹസ്രത്ത് ഉക്കാഷ ബിൻ മെഹസനും ഇടക്ക് സഹോദര ബന്ധമുണ്ടാക്കി. ഹസ്രത്ത് മുജറസ് ബദർ യുദ്ധം, ഉഹദ് യുദ്ധം എന്നിവയിൽ പങ്കെടുത്തു. ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബഖ്തരിയെ വധിക്കുന്നത് വിലക്കിയിരുന്നു. കാരണം മക്കയിൽ അയാൾ ആളുകളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു. അതിനു പകരമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വധിക്കരുത്. അയാൾ സ്വയവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നില്ല. അയാൾ അവരിൽപ്പെട്ടവനായിരുന്നു. ആരാണോ ആ കരാറിന് എതിരിലായി നിന്നത്, ഏതൊന്നാണ് ഖുറൈശികൾ ബനു ഹാഷിം ബനു മുത്തലിബിനും എതിരിൽ നടത്തിയത്. ഹസ്രത്ത് മുജറസ് അബൂ ബഖ്തരിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ വധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞിട്ടുണ്ട്. അബൂ ബഖ്തരിയോടൊപ്പം അയാളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അയാൾ അദ്ദേഹത്തോടൊപ്പം മക്കയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. അയാളുടെ പേര് ജനാസ ബിൻ മുലൈഹ എന്നായിരുന്നു. അയാൾ ബനു ലൈസിൽ നിന്നുള്ള ആളായിരുന്നു. അബൂ ബഖ്തരിയുടെ പേര് ആസ് എന്നായിരുന്നു. അയാൾ ചോദിച്ചു, എന്റെ സുഹൃത്തിനെ കുറിച്ച് എന്താണ് കൽപ്പനയുള്ളത്? ഹസ്രത്ത് മുജറസ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ താങ്കളുടെ സുഹൃത്തിനെ വെറുതെ വിടുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കേവലം താങ്കളെ മാത്രം കുറിച്ചാണ് കൽപ്പന നൽകിയിട്ടുള്ളത്. അയാൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കുന്നതാണ്. മക്കയിൽ സ്ത്രീകൾ ഇപ്രകാരം പറഞ്ഞു നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്റെ ജീവന് വേണ്ടി എന്റെ സുഹൃത്തിനെ ഉപേക്ഷിച്ചു എന്ന്. പിന്നീട് അവർ രണ്ടുപേരും ഇദ്ദേഹവുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി. ഹസ്രത്ത് മുജറസുമായി യുദ്ധത്തിൽ ഹസ്രത്ത് മുജറസ്
അയാളെ വധിച്ചു കളഞ്ഞു. ഹദ്റത്ത് മുജറസ് റളിയല്ലാഹു തആല അൻഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം, ആരാണോ താങ്കളെ സത്യത്തോടുകൂടി അയച്ചത്, ഞാൻ അയാളോട് വളരെയധികം നിർബന്ധിച്ചു പറഞ്ഞു അയാൾ തടവിലാകുക. ഞാൻ അയാളെ താങ്കളുടെ പക്കൽ കൊണ്ടുവരുമായിരുന്നു, എന്നാൽ അയാൾ അത് അംഗീകരിച്ചില്ല. അവസാനം അയാൾ ഞാനുമായി യുദ്ധം ചെയ്തു. ഞാൻ അയാളെ വധിച്ചു കളഞ്ഞു. ഹദ്റത്ത് മുജറദിന്റെ മക്കൾ മദീനയിലും ബാഗ്ദാദിലും ഉണ്ടായിരുന്നു. അബി വൈദയിൽ നിന്ന് നിവേദനം, ബദർ ശുഹദാക്കളിൽ ഒരു ഖബറിൽ ഖബറടക്കിയ 3 പേർ മുജറദ് ബിൻ സിയാദ്, നുമാൻ ബിൻ മാലിക്, അബ്ദ ബിൻ ഹസാസ് എന്നിവരായിരുന്നു. എന്നാൽ ഒരു റിവായത്തിൽ ഇതുകൂടെ വരുന്നു, ഹദ്റത്ത് അനീസ ബിൻത് അദി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ മകൻ അബ്ദുള്ള ബദരിയാണ്, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ മകനെ എന്റെ വീടിന്റെ സമീപം ഖബറടക്കണം എന്നത്. എനിക്ക് അവന്റെ സാമീപ്യം ലഭിക്കുന്നതിന് വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകി. ഈ തീരുമാനമുണ്ടായി. ഹദ്റത്ത് അബ്ദുള്ളയോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഹദ്റത്ത് മുജറസിനെയും ഒരേ ഖബറിൽ തന്നെ ഖബറടക്കണം. അങ്ങനെ 2 സുഹൃത്തുക്കളെയും ഒരു കമ്പിളിയിൽ പുതച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് മദീനയിൽ കൊണ്ടുവന്നു. അതിൽ അബ്ദുള്ള ശരീരം തടിച്ച ആളും മാംസള ശരീരമുള്ള ആളുമായിരുന്നു. മുജറദ് അല്പം വെലിഞ്ഞിട്ടായിരുന്നു. പറയുന്നു, റിവായത്തിൽ വരുന്നു, ഒട്ടകത്തിൽ 2 പേരും ഒപ്പമായിരുന്നു. ഇറക്കുമ്പോൾ കണ്ടു 2 പേരുടെയും ഭാരം ഒരുപോലെയായിരുന്നു. ഇറക്കുന്നവർക്ക് അത് അനുഭവം ഉണ്ടായി. ആളുകൾ ഈ കാര്യത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പേരുടെയും കർമ്മം അവർക്കിടയിൽ തുല്യതയുണ്ടാക്കി. ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ ബിൻ ജമൂ ഒരു സഹാബിയാണ്. ഇദ്ദേഹത്തിന്റെ വഫാത്ത് ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് നടന്നത്. ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം, മറ്റുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്ഥിരചിത്തതയോടുകൂടി നിലനിന്നു. മരണത്തിന്റെ കാര്യത്തിൽ അങ്ങയോട് ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും സീറത്തു ഖാത്തമുൻ നബിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഏത് സ്ഥലത്താണോ ഇസ്ലാമിക സൈന്യം തമ്പടിച്ചത് അത് ഒരു നല്ല സ്ഥലം ആയിരുന്നില്ല. അപ്പോൾ ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടത്, അതോ ഒരു സൈനിക തന്ത്രം എന്ന നിലയിൽ തിരഞ്ഞെടുത്ത സ്ഥലമാണോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനെക്കുറിച്ച് ദൈവിക കൽപ്പനകളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക, നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ എന്റെ ചിന്തയനുസരിച്ച് ഈ സ്ഥലം നല്ലതല്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഖുറൈശികൾക്ക് ഏറ്റവും സമീപത്തുള്ള ജലാശയം അധീനപ്പെടുത്തുകയും എനിക്ക് ആ ജലാശയത്തെക്കുറിച്ച് അറിയാം. അതിലെ വെള്ളം നല്ലതാണ്, പൊതുവിൽ നല്ല അളവിൽ ഉണ്ടാകാറുമുണ്ട്. അവിടെ തമ്പടിക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. കാരണം അതുവരേക്കും ഖുറൈശികൾ കുന്നിന് മറുപുറത്താണ് തമ്പടച്ചിരുന്നത്. ആ ജലാശയം ശൂന്യമായിരുന്നു. മുസ്ലിങ്ങൾ മുന്നോട്ട് വന്ന് ആ ജലാശയത്തെ അധീനപ്പെടുത്തി. എന്നാൽ ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ സൂചന ലഭിക്കുന്നുവോ അപ്പോൾ ജലാശയത്തിലും വെള്ളം അധികം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന്റെ കുറവും തോന്നി തുടങ്ങി. പിന്നീട് താഴ്വരയുടെ ഏതു ഭാഗത്താണോ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ആ സ്ഥലം നല്ലതായിരുന്നില്ല. കാരണം അവിടെ മണൽ വളരെ അധികമായിരുന്നു. അത് കാരണം കാലുകൾ നല്ലപോലെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ വിധത്തിലുണ്ടായി. അല്പം മഴ പെയ്തു. അത് മുഖേന മുസ്ലിങ്ങൾക്ക് അവസരം ലഭിച്ചു സംഭരണികൾ ഉണ്ടാക്കി ജലം സംഭരിക്കാൻ. അതുപോലെ തന്നെ മണൽ ഉറച്ചു. കാലുകൾ ഭൂമിയിൽ പൂണ്ടുപോകുന്നതിൽ നിന്ന് ഇല്ലാതായി. മറുഭാഗത്ത് ഖുറൈശികളുടെ സ്ഥലം ചളി മയമുള്ളതായി തീർന്നു. ആ ഭാഗത്ത് ഉള്ള വെള്ളവും ചളി നിറഞ്ഞതും മാലിന്യമുള്ളതുമായി തീർന്നു. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, ഹദ്റത്ത് ജിബ്രയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ശരിയായ അഭിപ്രായം ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ പറഞ്ഞ അഭിപ്രായമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഖുബ്ബാബ്, താങ്കൾ ബുദ്ധിപൂർവമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു.
ബദർ യുദ്ധത്തിൽ ഖദ്റജിന്റെ പതാക ഹദരത്ത് ഖുബ്ബാബ് ബിൻ മുൻസിറിന്റെ പക്കലായിരുന്നു. ഹദരത്ത് ഖുബ്ബാബ് ബിൻ മുൻസിറിന്റെ പ്രായം 33 വയസ്സായിരുന്നു ബദർ യുദ്ധത്തിൽ അവിടുന്ന് പങ്കെടുക്കുമ്പോൾ. അദ്ദേഹത്തെക്കുറിച്ച് സീറത്ത് ഖാത്തമുൽ നബിയിൽ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്ദേശവാഹകരിൽ നിന്ന് ഖുറൈശി സൈന്യം അടുത്തെത്തിയ വിവരം അറിഞ്ഞപ്പോൾ അവിടുന്ന് തന്റെ ഒരു സഹാബി ഹദരത്ത് ഖുബ്ബാബ് ബിൻ മുൻസിറിനെ നിയോഗിച്ചയച്ചു. അദ്ദേഹം പോയി ശത്രുക്കളുടെ എണ്ണവും ശക്തിയും അറിഞ്ഞു വരട്ടെ. അവിടുന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്തു. അഥവാ ശത്രുക്കളുടെ ശക്തി അധികമാണ് എങ്കിൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടാവസ്ഥയാണ് എങ്കിൽ തിരിച്ചു വന്ന് സദസ്സിൽ അതിനെക്കുറിച്ചൊന്നും പറയരുത്. വലിയ സംഖ്യയിലാണ്, വലിയ എണ്ണമാണ് എന്ന്, മറിച്ച് ഒറ്റയ്ക്ക് അറിവ് നൽകുക. കാരണം മുസ്ലിങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ധൈര്യമില്ലായ്മ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഖുബാബ് രഹസ്യമായി പോയി വളരെ ബുദ്ധിപൂർവം അന്വേഷിച്ച് കുറച്ചു സമയം കൊണ്ട് തന്നെ തിരിച്ചു വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. യഹ്യാ ബിൻ സഅദിൽ നിന്ന് നിവേദനം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈസ ദിവസവും നദീർ ദിവസവും ആളുകളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഹദരത്ത് ഖുബ്ബാബ് ബിൻ മുൻസിർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അഭിപ്രായം ഇതാണ്, നാം മുഹല്ലകൾക്ക് മധ്യത്തിൽ തമ്പടിക്കുക, അതായത് സമീപത്ത് തന്നെ. അവിടെയാണെങ്കിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും, ശരിയായ നിലയിൽ മേൽനോട്ടം വഹിക്കാനും സാധിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചു. ഹദരത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം വഫാത്തായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു. അതിനെ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏതു വിധത്തിലാണ് നിയന്ത്രിച്ചത്, കൺട്രോൾ ചെയ്തത്, ആ സംഭവം ഉണ്ട്. ഹദരത്ത് അബൂബക്കർ അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ആരാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിരുന്നത് കേട്ടുകൊള്ളുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായി മരിച്ചു പോയിരിക്കുന്നു. ആരാണോ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അയാൾ ഓർത്തുകൊള്ളട്ടെ, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹദരത്ത് അബൂബക്കർ ഈ ആയത്തോതി, ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ, നിശ്ചയമായും താങ്കളും മരിക്കും, അവരും മരിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം ഈ ആയത്തും ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബിക്കും വമൻ യൻഖലിബു അലാ അഖബൈഹി വലൻ യദുറുല്ലാഹ ശൈആ വസയജ്സിയല്ലാഹു ശാകിരീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കുതികാലുകളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുമോ? ആരാണോ തങ്ങളുടെ കുതികാലുകളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത് അവർ അള്ളാഹുവിന് നഷ്ടവും വരുത്തുകയില്ല. അടുത്തു തന്നെ അള്ളാഹു നന്ദി കാണിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതായിരിക്കും. സുലൈമാൻ പറയുന്നു, ഇത് കേട്ട് ആളുകൾ ഇത്രമാത്രം കരഞ്ഞു, അവർ തേങ്ങാൻ തുടങ്ങി. സുലൈമാൻ പറയുന്നു, അൻസാർ ബനി സഅദയുടെ ഭവനത്തിൽ ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയുടെ പക്കൽ ഒരുമിച്ചുകൂടി. എന്നിട്ട് പറഞ്ഞു, ഒരു അമീർ നമ്മളിൽ നിന്നും ഒരു അമീർ നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബും ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹും അവരുടെ അടുത്തുപോയി. ഹദ്റത്ത് ഉമർ പറയാൻ തുടങ്ങുകയായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തെ തടഞ്ഞു. ഹദ്റത്ത് ഉമർ പറയുമായിരുന്നു, അള്ളാഹുവാണ് സത്യം, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് തയ്യാറാക്കിയിരുന്നത്. അതെനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നു ഹദ്റത്ത് അബൂബക്കർ അതുവരെ എത്തുകയില്ല എങ്കിൽ, അതായത് അതുപോലെ പറയാൻ സാധിക്കുകയില്ല എന്ന്. പിന്നീട് അതിനുശേഷം ഹദ്റത്ത് അബൂബക്കർ പ്രസംഗം നടത്തി. അത്തരം പ്രസംഗം നടത്തി അത് വാക്ചാതുരിയിൽ എല്ലാ ആളുകളുടെയും പ്രസംഗത്തെക്കാൾ ഉന്നതമായിരുന്നു. അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടയ്ക്ക് ഇതുകൂടി പറഞ്ഞു, ഞങ്ങൾ അമീറാണ്, നിങ്ങൾ വസീറുകളാണ്. ഖുബ്ബാബ് ബിൻ മുൻസിർ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും അല്ല. ഈ കാര്യം ഇവിടെ പറയാനുള്ള കാരണം ഇവിടെ ഖുബ്ബാബ് ബിൻ മുൻസിറിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഖുബ്ബാബ് ബിൻ മുൻസിർ ഇത് കേട്ട് പറഞ്ഞു, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, അള്ളാഹുവിന് സത്യം, ഒരിക്കലുമല്ല, അള്ളാഹു സത്യം, അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. ഒരമീർ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും, ഒരമീർ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആയിരിക്കും. ഒരമീർ അൻസാരികളുടെ ഭാഗത്തു നിന്നും, ഒരമീർ ഖുറൈശികളുടെ ഭാഗത്തു നിന്നും. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അല്ല, അമീർ ഞങ്ങളാണ്, മറിച്ച് നിങ്ങളാണ് വസീർ. കാരണം ഖുറൈശികൾ വംശം എന്ന നിലയിൽ എല്ലാ
അറബികളെക്കാളും ഉന്നതരാണ്. അതുപോലെ തന്നെ വംശം എന്ന നിലയിൽ പൗരാണിക അറബികളാണ്. അതുകൊണ്ട് ഉമറിന്റെയോ അബൂ ഉബൈദയുടെയോ ബൈഅത്ത് ചെയ്യുക. ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ താങ്കളെ ബൈഅത്ത് ചെയ്യും. കാരണം താങ്കൾ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളെക്കാൾ ഉന്നതനാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് ഉമർ അബൂബക്കറിന്റെ കൈ പിടിച്ചു, അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ആളുകളും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അതിനുശേഷം എല്ലാവരും ബൈഅത്ത് ചെയ്തു. ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ മുൻസിറിൽ നിന്ന് നിവേദനം, ഹദ്റത്ത് ജിബ്രൈൽ അലൈഹിസ്സലാം ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഏതാണ്? ഒന്നാമതായി താങ്കൾ ലോകത്ത് താങ്കളുടെ സഹാബാക്കളോടൊപ്പം നിൽക്കുക, അതോ തന്റെ നാഥനിലേക്ക് ഈ വാഗ്ദാനത്തോടൊപ്പം തിരിച്ചു പോവുക? അതവൻ അനുഗ്രഹമുള്ള സ്വർഗത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നിഅമത്തുകളെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. താങ്കൾക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ചും താങ്കളുടെ കണ്ണുകൾക്ക് കൺകുളിർമ ഉള്ളതിനെ കുറിച്ചും അവൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറയുക. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ പ്രിയങ്കരമാണ്. താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുക്കളുടെ ബലഹീനതകളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അവൻ അവർക്കെതിരെ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി താങ്കൾ ഞങ്ങൾക്ക് ആകാശീയമായ വാർത്തകളെ കുറിച്ച് പറഞ്ഞു തരിക. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുബ്ബാബിന് മുൻസിറിലേക്ക് നോക്കിക്കൊണ്ട്, നിനക്കെന്തു പറ്റി? നീ എന്തുകൊണ്ട് പറയുന്നില്ല? വെറുതെ നിശബ്ദനായിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ നാഥൻ താങ്കൾക്കായി ഏതൊന്നാണോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അത് താങ്കൾ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സംസാരത്തെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു സഹാബിയാണ് ഹദ്റത്ത് റിഫാ ബിൻ റാഫി ബിൻ മാലിക് ബിൻ അജ്ലാൻ. ഇദ്ദേഹവും അൻസാരിയാണ്. ഇദ്ദേഹത്തിന്റെ മരണം ഹദ്റത്ത് അമീർ മുആവിയയുടെ ഇമാറത്തിന്റെ ആരംഭ കാലഘട്ടത്തിലാണ് നടന്നത്. ഹദ്റത്ത് റിഫാ ബിൻ റാഫി ബിൻ മാലിക് ബിൻ അജ്ലാൻ, ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു മുആദ് എന്നാണ്. മാതാവ് ഉമ്മ മാലിക് ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ആയിരുന്നു. അവർ മുനാഫിക്കീങ്ങളുടെ തലവൻ അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലിന്റെ സഹോദരിയായിരുന്നു. ഇദ്ദേഹം ബൈഅത്തെ ഉഖ്ബയിൽ പങ്കെടുത്തിരുന്നു. ബദർ, ഉഹദ്, ഖന്തക് യുദ്ധങ്ങളിലും ബൈഅത്തെ റിസ്വാനിലും മറ്റെല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങേക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ഖല്ലാദ് ബിൻ റാഫി, മാലിക് ബിൻ റാഫി. ഇവരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഹദ്റത്ത് മുആദ് തന്റെ പിതാവ് ഹദ്റത്ത് റഫാ ബിൻ റാഫിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ബദർക്കാരനായിരുന്നു. അദ്ദേഹം പറയുന്നു, ജിബ്രായിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ മുസ്ലിങ്ങളിൽ ബദർക്കാർക്ക് എന്ത് സ്ഥാനമാണ് നൽകുന്നത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഏറ്റവും ഉന്നതരായ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തോ വചനം പറഞ്ഞു. ഹദ്റത്ത് ജിബ്രായിൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അതുപോലെ തന്നെ ആ മലക്കുകളും ശ്രേഷ്ഠരാണ്, ആരാണോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇത് ബുഖാരിയിലെ നിവേദനമാണ്. മലക്കുകൾ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് യുദ്ധത്തിൽ? ഹദ്റത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ ഷാ സാഹിബ് ബുഖാരിക്ക് എഴുതിയിരിക്കുന്ന വ്യാഖ്യാനത്തിൽ അതിൽ ഈ മലക്കുകൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, അല്ലാഹു ശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിത്തിൽ ലദീന ആമനു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ഫദ്രിബു ഫൗകൽ അഅനാകി വദ്രിബു മിൻഹും കുല്ല ബനാൻ. ഒരു സമയമുണ്ടായിരുന്നു, നിന്റെ നാഥൻ മലക്കുകളിലേക്കും വഹി ഇറക്കുകയായിരുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, വിശ്വാസികളെ സ്ഥിരചിത്തരാക്കുക, ഞാൻ നിഷേധികളുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടാക്കും, വിശ്വാസികളെ നിങ്ങൾ അവരുടെ കഴുത്തുകളെ ആക്രമിക്കുക, എന്നിട്ട് അവരുടെ ഓരോ സന്ധികളിലും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ദറബുൽ അഅനാഖ്, ദറബുൽ റിഖാബ്, ദറബു കുല്ല ബനാൻ എന്നിവ കൊണ്ടുള്ള ഉദ്ദേശം ശക്തമായ ആക്രമണം എന്നാണ്. അതിൽ അടയാളത്തിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 നിവേദനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ശാസ്താബ് പറയുന്നു, ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന റിവായത്തുകളിൽ മലക്കുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും പങ്കെടുക്കലിനെ കുറിച്ചുമുള്ള പരാമർശം അത് കശ്ഫിന്റെ ഗണത്തിൽപ്പെട്ടതാണ്, അതായത് കശ്ഫിന്റെ രൂപത്തിലുള്ളതാണ്. അവരുടെ യുദ്ധവും
ഈ വിധത്തിൽ ഉള്ളതാണ്. അത് അവരുടെ അവസ്ഥക്കനുസരിച്ചുള്ളതാണ്. അതായത് മലക്കളുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ, അല്ലാതെ അമ്പും ആയുധവും കൊണ്ടുള്ളതല്ല. മലക്കുകൾ വാളോ അമ്പോ ഒന്നും എടുത്തിരുന്നില്ല. അതിന്റെ കാഴ്ച ആത്മീയ ദൃഷ്ടി കൊണ്ടാണ് ഉണ്ടാവുക, അല്ലാതെ ശാരീരികമായ കണ്ണുകൊണ്ടല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും സഹാബാക്കളും കണ്ടു, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളും അത് കാണാറുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ എപ്രകാരമാണ് യുദ്ധം ചെയ്തത്? മലക്കുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇതിനെ വിശദീകരിക്കുകയാണ് ഷാ സാഹിബ്. ഖുറൈശികളുടെ നേതാക്കന്മാർ നഖ്ല സംഭവത്തിൽ പ്രകോപിതരായി തങ്ങളുടെ കോപത്തിന് നിയന്ത്രണാതീതരായി. ഈ സംഭവം പിന്നീടുള്ള യുദ്ധത്തിന് ഒരു കാരണമായി മാറി. അതിന് ഖുറൈശികളിലെ നിഷേധികളുടെ നാശത്തെക്കുറിച്ച് ദൈവിക വിധി പൂർത്തിയായി. അള്ളാഹുവിന്റെ മലക്കുകളുടെ രീതി നമ്മുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ യുദ്ധരീതി നമ്മുടെ യുദ്ധരീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ബദർ സ്ഥലത്ത് ശത്രുക്കൾ ഉയർന്ന സ്ഥലത്ത് തമ്പടിച്ചത്, അവർ ഉയരത്തിലായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയുടെ താഴെ ഭാഗത്ത് തമ്പടിച്ചത്. സഹാബാക്കളുടെ കുറഞ്ഞ എണ്ണം ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞുപോയത്, മഴയുടെയും മേഘത്തിന്റെയും പ്രത്യക്ഷപ്പെടൽ, സഹാബാക്കളുടെ ഓരോ അമ്പും അതിന്റെ ലക്ഷ്യസ്ഥാനത്തായി കൊണ്ടത്, സഹാബാക്കൾ എയ്ത ഓരോ അമ്പും ലക്ഷ്യത്തിൽ കൊണ്ടിരുന്നു, അത് മുറിവേൽപ്പിക്കുന്നതായി മാറിയത്, ശത്രുക്കളുടെ ഭയവിഹ്വലതയും സഹാബാക്കളുടെ ഹൃദയചിത്തതയും. ശത്രുക്കൾ പരവശരായിരുന്നു. സഹാബാക്കൾ വളരെ സ്ഥിരചിത്തതയോടും ഉറച്ച ഹൃദയത്തോടും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറയുന്നു, ഇതെല്ലാം തന്നെ മലക്കുകളുടെ കൈകടത്തലിന്റെ അത്ഭുതമായിരുന്നു. ഇതിന്റെ വാർത്ത അള്ളാഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വാക്കുകളിൽ നൽകി. ഇത് തസ്തഗിസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദഫീൻ. ആ സമയം ഓർക്കുക, നീ നിന്റെ നാഥനോട് അർത്ഥന നടത്തുകയായിരുന്നു. അപ്പോൾ നിന്റെ നാഥൻ നിന്റെ പ്രാർത്ഥന കേട്ടു, പറഞ്ഞു, ഞാൻ നിങ്ങളെ ആയിരക്കണക്കിന് മലക്കുകൾ കൊണ്ട് സഹായിക്കുന്നതായിരിക്കും, അത് സൈന്യത്തിനുമേൽ സൈന്യമായി മുന്നോട്ട് ഗമിക്കുന്നതായിരിക്കും. എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദുആ മുഖേന പ്രത്യക്ഷമായ വസ്തുക്കളിൽ ഉണ്ടായിരിക്കുന്ന ഇളക്കം, അതിൽ അത്ഭുതകരമായ ഒരു പരമ്പര കാണാൻ സാധിക്കും. അതിന്റെ ഭാഗത്തിൽ ഏകദൃഷ്ടി പതിപ്പിക്കുന്നതിൽ മലക്കുകളുടെ സൈന്യം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം എഴുതുന്നു, ആരാണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സങ്കീർണമായ ആ സമയത്ത് സുരക്ഷിതനായി മക്കയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്, ആരാണ് മക്കക്കാരെ അശ്രദ്ധനാക്കിയത്, ആരാണ് പിന്നീട് അവരെ സൗർ ഗുഹ വരെ കൊണ്ടുവന്ന് അങ്ങേ പിന്തുടരുന്നതിൽ നിന്ന് ഖുറൈശികളെ നിരാശരാക്കി തിരിച്ചയച്ചത്, ആരാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിച്ചത്, അത് ഇസ്ലാമിന്റെ പുരോഗതിയുടെ സുപ്രധാന കേന്ദ്രമായി മാറി. പിന്നീട് എഴുതുന്നു, ഹദ്റത്ത് അബ്ബാസ് ഹിജ്റത്തിന് ശേഷം മക്കയിൽ ഷിർക്കിന്റെ അവസ്ഥയിൽ തന്നെ ജീവിച്ചത്, പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൃദയം കൊണ്ട് അനുകമ്പ വെച്ച് പുലർത്തിയത്, അങ്ങേക്ക് മദീനയ മുനവറയിൽ മക്കയിലെ ഖുറൈശികളുടെ ദുരുദ്ദേശത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും അറിവ് നൽകിക്കൊണ്ടിരുന്നത്, അതായത് ഹദ്റത്ത് അബ്ബാസിലൂടെ. ഇതെല്ലാം മലൈക്കത്തുള്ളയുടെ നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വിധത്തിലാണ് മലക്കുകൾ പ്രവർത്തിച്ചിരുന്നത്. ഈ എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ മലക്കുകളുടെ തന്നെ പ്രേരണയാണ് പ്രവർത്തിച്ചിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ, വിജയവും ജയവും എല്ലാം തന്നെ പശ്ചാത്തലവും ഈമാൻ വർദ്ധകമായി ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇന്നി മുമിദ്ദുക്കും ബിൽ അൽഫിൻ മിനൽ മലായികത്തി മുർദഫീൻ എന്നതിന്റെ വിശദീകരണം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഷാ സാഹിബ് കൂടുതലായി എഴുതുന്നു, ഞാൻ സഹീഹ് ബുഖാരി പൂർണ്ണമായും ഹദ്റത്ത് ഖലീഫ അവൽ ഹദ്റത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഓരോ പാഠമായി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പല പ്രാവശ്യം ദർസുകൾ ആയി അങ്ങയിൽ നിന്ന് പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദ്റത്ത് ഖലീഫ അവൽ മലായികത്തുള്ളയുമായി ബന്ധപ്പെട്ട് പറയുമായിരുന്നു, നൂറുദ്ദീനും മലായികത്തുള്ളയുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മലക്കുകളുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സ്ഥിതിയാണ്. മനുഷ്യന്റെ എല്ലാ കഴിവുകളിലും ശക്തികളിലും മലക്കുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കാഴ്ചയും കാഴ്ചശക്തിയും, കേൾവിയും കേൾവിശക്തിയും, സ്പർശനവും സ്പർശനശക്തിയും, ബുദ്ധിയും ചിന്താശക്തിയും, വിവേചന ശക്തിയും ചിന്താശക്തിയും എല്ലാം തന്നെ മലായികത്തുള്ളയുടെ സഹകരണവും സഹായവും ഇല്ല എങ്കിൽ ഈ ശക്തികളെല്ലാം തന്നെ നിരർത്ഥകവും നഷ്ടം വരുത്തുന്നതുമായി തീരും. മനുഷ്യന്റെ എല്ലാ കഴിവുകളും ശക്തികളും മലക്കുകൾ മുഖേനയാണ് പ്രയോജനപ്രദമായി തീരുന്നത്.
എഴുതുന്നു, പറയുന്നു അമ്പിന്റെയോ അതുപോലെ തന്നെ വെടിയുണ്ടയുടെയോ ഏൽക്കലോ ഏൽക്കാതിരിക്കലോ അപ്പോഴാണ് അതിന്റെ ലക്ഷ്യത്തെ കാണുക. എപ്പോഴാണോ ബുദ്ധിയും വിവേചനവും അതിന്റെ യഥാസ്ഥാനത്തും ദൂരത്തെക്കുറിച്ചുള്ള അനുമാനവും ശരിയായ രീതിയിൽ ഉണ്ടാകുന്നത്, ഹൃദയത്തിന്റെ ശക്തി സ്ഥിരചിത്തതയോടുകൂടി ഉണ്ടാകുന്നത്. അതല്ല എങ്കിൽ അമ്പ് പാഴായി പോകും. എഴുതുന്നു, അതിർത്ത് ഖലീഫ അവൽ പറയുമായിരുന്നു, ഓരോ ബുദ്ധിപരവും ശാരീരികവുമായ ശക്തിയോടൊപ്പം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധം ഓരോ മനുഷ്യന്റെയും കുഫറിന്റെയും ഈമാന്റെയും അവസ്ഥ അനുസരിച്ച് കുറവോ കൂടുതലാകാം. വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ എണ്ണം ബദർ യുദ്ധത്തിലുമായി പരാമർശിച്ചുകൊണ്ട് 3000 എന്നും ഉഹദ് യുദ്ധത്തെ പറ്റി പറഞ്ഞുകൊണ്ട് 5000 എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വ്യത്യാസം അവസരത്തിന്റെ വ്യത്യാസം കൊണ്ടും പ്രാധാന്യം കൊണ്ടും ആണ്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ എണ്ണം കുറവും ഉഹദ് യുദ്ധത്തിൽ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ അപകടം കൂടുതലും മലക്കുകളുടെ സംരക്ഷണവും കൂടുതൽ എണ്ണത്തിൽ ഇറക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാഗ്ദാനമാണ് ഉണ്ടായിരുന്നത്. പറയുന്നു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹക്കീം. വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവിക സഹായത്തിന്റെ പ്രകടനം അള്ളാഹുവിന്റെ സിഫത്ത് അസീസിയത്തും സിഫത്തെ ഹക്കീമിയത്തും, ഈ രണ്ട് സിഫത്തുകളും നല്ല ആസൂത്രണവും പരിപൂർണമായ വിജയവും സ്ഥിരചിത്തയും ആവശ്യപ്പെടുന്നതാണ്. അതിൽ സഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളുടെയും ദൃഢനിശ്ചയം ഉണ്ടാകുന്നു. അതിൽ തുടർച്ചയും കൽപ്പനയും കാണാൻ സാധിക്കുന്നതാണ്. നിശ്ചിതമായ ദൈവിക കൽപ്പനയാൽ ആസൂത്രണം വെളിപ്പെടുന്നു. ഇതാണ് അതിന്റെ എല്ലാം തന്നെ ഗഹനമായ അറിവ്. മലായിക്കത്തുള്ള യുദ്ധം ചെയ്യുന്നതുമായി അള്ളാഹു പറയുകയുണ്ടായി, ഞാൻ യുദ്ധം ചെയ്യുന്നതിനായി മലക്കുകളെ അയച്ചു എന്നത്. അതല്ലാതെ മലക്കുകൾ സ്വയം വന്ന് യുദ്ധം ചെയ്യുകയായിരുന്നില്ല. ചില അഭിപ്രായ പ്രകടന റിവായത്തുകളിൽ ഉണ്ട്, മലക്കുകൾ ആരെയാണോ കൊന്നത്, ആർക്കാണോ മുറിവേൽപ്പിച്ചത്, അവരുടെ തിരിച്ചറിവ് തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്നാൽ സഹാബാക്കൾ മുഖേന ആർക്കാണോ മുറിവേറ്റത്, വധിക്കപ്പെട്ടത്, അത് മറ്റൊരു വിധത്തിലായിരുന്നു, വ്യത്യസ്തമായ നിലയിലായിരുന്നു. ഇത് തെറ്റായ കാര്യമാണ്. യഥാർത്ഥ കാര്യം ഇതാണ്, മനുഷ്യശക്തിക്ക് ശരിയായ രീതിയിൽ മാർഗദർശനം നൽകുന്നു, അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു. അതാണ് മലക്കുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ അതാണ് മലക്കുകളുടെ യുദ്ധം ചെയ്യൽ. അത് യഹ്യ ബിൻ റഫാ ബിൻ റാഫി നിവേദനം ചെയ്യുന്നു. അതിർത്ത് റഫ ബദർകാരിൽ പെട്ടവനും അദ്ദേഹത്തിന്റെ പിതാവ് അതിർത്ത് റഫക്ക് ഉക്ബയിൽ ബയ്യത്ത് ചെയ്യാനുള്ള ആളും ആയിരുന്നു. അതിർത്ത് റഫി തന്റെ മകൻ റഫയോട് പറയുമായിരുന്നു, എന്റെ ഈ കാര്യം സന്തോഷിപ്പിക്കുമായിരുന്നില്ല, ഞാൻ അക്ബയിൽ ബയ്യത്ത് ചെയ്യുന്നതിൽ, അതായത് അതിനേക്കാൾ വലുതായി ബദറിൽ പങ്കെടുത്തു എന്നത്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ കാര്യമാണ്, ഇത് കൂടുതൽ ആദരവിന് യോഗ്യമാണ്. ഞാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു, ബയ്യത്തെ ഉക്ബയിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതലായി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് കാരണം എനിക്ക് വലിയ ഒരാദരവ് ലഭിച്ചു. അതിർത്ത് റഫാ ബിൻ റാഫി ജമൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധത്തിലും അതിർത്ത് അലിക്ക് കൂടെയായിരുന്നു. ഒരു റിവായത്തനുസരിച്ച് അതിർത്ത് തൽഹയും അതിർത്ത് സുബൈറും ബസ്രയിലേക്ക് സൈന്യത്തോടൊപ്പം പുറപ്പെട്ടപ്പോൾ അതിർത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഉമ്മുൽ ഫസൽ ബിൻ ഹാരിസ് അതിർത്ത് അലിക്ക് അവരുടെ പുറപ്പെടലിനെ കുറിച്ച് അറിവ് നൽകി. അപ്പോൾ അതിർത്ത് അലി പറഞ്ഞു, അത്ഭുതം, ആളുകൾ അതിർത്ത് ഉസ്മാനെ ആക്രമിച്ച് അദ്ദേഹത്തെ ഷഹീദാക്കി. ഒരു പ്രേരണയും ഇല്ലാതെ എന്നെ ബയ്യത്ത് ചെയ്തു. ഞാൻ അവരെ നിർബന്ധപൂർവ്വം ബയ്യത്ത് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. ആളുകൾ എനിക്ക് ബയ്യത്ത് ചെയ്തു. തൽഹയും സുബൈറും എനിക്ക് ബയ്യത്ത് ചെയ്തു. ഇപ്പോൾ അവർ സൈന്യത്തോടൊപ്പം ഇറാഖിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ റിഫാ ബിൻ റാഫി പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ, അതായത് അൻസാറുകൾ ആണ് ഈ ഖിലാഫത്തിന് കൂടുതൽ യോഗ്യരെന്ന്. കാരണം ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു, ഞങ്ങളുടെ സ്ഥാനം ദീനിൽ വലുതാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുഹാജിരീങ്ങൾ അവ്വലീങ്ങളാണ്, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാതിനിധ്യത്തിൽ നിന്ന് ഞങ്ങളോട് തർക്കിക്കരുത്. നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്കായി ഖിലാഫത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ചു. ഞങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് തർക്കിച്ചില്ല. ഞങ്ങൾ ഖിലാഫത്തിന് ബൈഅത്ത് ചെയ്തു, പരിപൂർണമായ അനുസരണയോടൊപ്പം ബൈഅത്ത് ചെയ്തു. അതിനുള്ള കാരണം ഇതായിരുന്നു, ഞങ്ങൾ കണ്ടു സത്യമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്,
കിതാബുള്ളയെയാണ് പിൻപറ്റുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പക്കൽ തൃപ്തരാവുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതല്ലാതെ ഞങ്ങൾക്ക് മറ്റെന്താണ് വേണ്ടിയിരുന്നതും. ഞങ്ങൾ നിങ്ങളെ ബൈഅത്ത് ചെയ്തു, പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല, പിന്നോട്ട് പോയില്ല. ഇപ്പോൾ ഇവർ താങ്കളോട് എതിർത്തിരിക്കുന്നു. അവരെക്കാൾ താങ്കൾ ഉന്നതനും കൂടുതൽ പ്രിയപ്പെട്ടവനുമാണ്. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് കൽപ്പന അറിയിച്ചാലും. ഇതിനിടയ്ക്ക് ഹദ്റത്ത് ഹജ്ജാജ് ബിൻ റസിയ അൻസാരി വന്നു. അദ്ദേഹം പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം സമയം കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ്. എന്റെ ജീവൻ ഒരിക്കലും തന്നെ സ്വസ്ഥത ഉണ്ടാകുകയില്ല. അഥവാ ഞാൻ മരണത്തെ ഭയപ്പെടുകയാണെങ്കിൽ. അല്ലയോ അൻസാറിന്റെ സംഘമേ, അമീറുൽ മുഅ്മിനെ രണ്ടാമത്തെ തവണ സഹായിച്ചാലും ഏതുപോലെ നിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുവോ, അല്ലാഹുവാണ് സത്യം, ഈ രണ്ടാമത്തെ സഹായവും ഒന്നാമത്തെ സഹായം പോലെ തന്നെ ആയിരിക്കും. എന്നാൽ ഈ കാര്യം ഒഴികെ ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ സഹായമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണം ഹദ്റത്ത് അമീർ മുആവിയയുടെ ഇമാറത്ത് കാലഘട്ടത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നടന്നു. ഇതാണ് സഹാബാക്കളെ കുറിച്ചുള്ള പരാമർശം. കഴിഞ്ഞ ഖുത്ബയുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വിവരിക്കാം. ഒരു സംഭവത്തെ കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹദ്റത്ത് അമ്മാറിനെ കുറിച്ച് ഞാൻ വിവരിച്ചിരുന്നു. ഹദ്റത്ത് അംർ ബിൻ ആസ് അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെയധികം ഖേദവും ദുഃഖവും പ്രകടിപ്പിച്ചു. അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിരുന്നു, ഹദ്റത്ത് അമ്മാർ ബിൻ യാസിറിനെ കലാപകാരികളുടെ സംഘം വധിക്കുന്നതായിരിക്കും. ഹദ്റത്ത് അംർ ബിൻ ആസിന് വ്യാകുലത ഇതുകൊണ്ടായിരുന്നു. അദ്ദേഹം അമീർ മുആവിയുടെ കൂടെയായിരുന്നു. ഹദ്റത്ത് അമ്മാറിനെ ഷഹീദാക്കിയത് അമീർ മുആവിയുടെ സൈന്യമായിരുന്നു. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു, അദ്ദേഹം കലാപകാരിയായ സംഘത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്ര ആദരവോടുകൂടി അതിന്റെ പേരെന്തുകൊണ്ടാണ് എടുക്കുന്നത്? അമീർ മുആവിയയും ജമാഅത്തിന്റെ ലിറ്ററേച്ചറിൽ വളരെ ആദരവോടുകൂടി ഒരു പ്രത്യേകമായ സ്ഥാനം നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, സഹാബാക്കളുടെ സ്ഥാനമാണ്. അതുകൊണ്ട് ഇന്നാൾക്ക് പൊറുക്കപ്പെടും, ഇന്നാൾക്ക് പൊറുകയില്ല എന്ന് പറയുക എന്നത് നമ്മുടെ ജോലിയല്ല. എന്തെല്ലാം തെറ്റിദ്ധാരണ കൊണ്ടും തെറ്റുകൊണ്ടുമാണോ ഈ ഖേദകരമായ സംഭവം ഉണ്ടായത്, അതിന്റെ കാര്യം ഇപ്പോൾ അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. അതിന്റെ പരിണിത ഫലം മുസ്ലിങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആരാണോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, പിന്നീട് അവർ അവരുടെ അസ്വസ്ഥത ദൂരീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരിക്കും. ഇതെന്ത് സംഭവിച്ചു, അതും സഹാബിയാണ്, ഇതും സഹാബിയാണ്, പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് മാർഗദർശനം ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അള്ളാഹു അവർക്ക് മാർഗദർശനവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു റിവായത്തിൽ അബൂ സുഹൈൽ നിന്ന് വരുന്നു, അംർ ബിൻ ഷുറാബിൽ, അബൂ മൈസറ, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മൈസറിന്റെ വളരെ ഉന്നതനായ ശിഷ്യനായിരുന്നു. സ്വപ്നത്തിൽ കാണുകയുണ്ടായി, ഒരു പച്ചളിപ്പുള്ള തോട്ടമാണ്, അതിൽ ഏതാനും ചില ടെന്റുകൾ കെട്ടിയിട്ടുണ്ട്. ഹദ്റത്ത് അമ്മാർ ബിൻ യാസിറും ഉണ്ട്. മറ്റ് ചില ടെന്റുകളുണ്ട്, അതിൽ അബുൽ കലായും ഉണ്ട്. അബൂ മൈസറ ചോദിച്ചു, ഇതെങ്ങനെ ഉണ്ടാകാനാണ്? ഇവർ പരസ്പരം യുദ്ധം ചെയ്തവരാണല്ലോ, പരസ്പരം കലഹിച്ചവരാണല്ലോ. അപ്പോൾ മറുപടി ലഭിച്ചു, ഇവർ അള്ളാഹുവിനെ വാസിഉൽ മഗ്ഫിറ, വളരെയധികം പുറത്തു കൊടുക്കുന്നവനായി കാണുകയുണ്ടായി. ഇപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ ജോലിയല്ല, നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുക എന്നുള്ളത്. ഇത് കാരണമാണ്, ഈ പ്രശ്നങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചതിന്റെ കാരണമാണ്, യുദ്ധങ്ങൾ കാരണമാണ് ഹൃദയങ്ങളിൽ വിദൂരത ഉണ്ടാവുകയും മുസ്ലിങ്ങളിൽ വിദൂരത ഉണ്ടാവുകയും ഭിന്നിപ്പുണ്ടാവുകയും ചെയ്തത്. അതിന്റെ ഫലം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്കും പാഠം ഉള്ളതാണ്. ഈ കാര്യങ്ങളെ ഹൃദയത്തിൽ വെക്കുന്നതിന് പകരമായി ഐക്യത്തിൽ ഒരുമിച്ച് നിൽക്കുക. ഒരിക്കൽ ഞാൻ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ, ഹദ്റത്ത് അമീർ മുആവിയുടെ ഒരു സംഭവം വിവരിച്ചപ്പോൾ ആരോ എനിക്ക് അറബ് രാജ്യത്തിൽ നിന്ന് എഴുതുകയുണ്ടായി. അദ്ദേഹം കലാപകാരിയും കൊലയാളിയുമായ സംഘമായിരുന്നു, അതിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര ആദരവോടുകൂടി എടുക്കുന്നത്?
അപ്പോൾ അവർക്കുള്ള ഈ റിവായത്ത്, ഈ സ്വപ്നത്തിന്റെ റിവായത്ത്, അത് മതിയായ മറുപടിയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും വിശാലമായിട്ടുള്ളതാണ്. നമ്മുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, നമ്മുടെ പരിഷ്കരണമാണ് നമ്മൾ നടത്തേണ്ടത്. അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില സ്ഥലങ്ങളിൽ ഹദ്റത്ത് അമീർ മുആവിയയുമായി ബന്ധപ്പെട്ട് പ്രശംസാ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാം ആ മഹാത്മാക്കളുടെ തെറ്റുകളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് പകരം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. ഹദ്റത്ത് അമീർ മുആവിയയെ കുറിച്ച് ഇപ്രകാരം വരുന്നുണ്ട്: ഹദ്റത്ത് അലിക്കും അദ്ദേഹത്തിനും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും യുദ്ധം വിശാലമായ നിലയിൽ നടക്കുകയും ചെയ്ത സമയത്ത് ക്രിസ്തീയ രാജാവ് മുസ്ലിങ്ങളുടെ അവസ്ഥ ബലഹീനമാണ്, അതുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയുണ്ടായി. ഹദ്റത്ത് അമീർ മുആവിയയ്ക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഓർത്തുകൊള്ളുക, അഥവാ നീ ആക്രമിക്കുകയാണ് എങ്കിൽ ഹദ്റത്ത് അലിയുടെ പതാകയ്ക്ക് കീഴിൽ യുദ്ധം ചെയ്യുന്ന ആദ്യത്തെ ജനറൽ ഞാനായിരിക്കും. അദ്ദേഹത്തിന്റെ പതാക കീഴിൽ നിനക്കെതിരിൽ ഞാൻ യുദ്ധം ചെയ്യുന്നതായിരിക്കും. ഏതായിരുന്നാലും അതുകൊണ്ട് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. അതുകൊണ്ട് ഈ ഒരു സ്ഥാനം അവർക്കുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും ഒരുമയോടുകൂടി നിൽക്കട്ടെ, ഐക്യത്തിൽ ഒരുമിച്ച് നിൽക്കട്ടെ, നന്മയിൽ മുന്നേറുന്നവരായി തീരട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.